ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനിവിടെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ആളുകൾക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. വേറൊന്നുമല്ല, നമുക്കിന്ന് വളരെ മനപ്രയാസമുള്ളൊരു സംഭവമാണ് കഷണ്ടി എന്നുള്ളത്. അപ്പോൾ ഈ കഷണ്ടി വന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഒരു ആയുർവേദ കൂട്ടാണ്. അപ്പോൾ ഇത് തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് കിഴാർനെല്ലിയാണ്. കിഴാർനെല്ലി എല്ലാവർക്കും അറിയുന്നുണ്ടാവും, നമ്മുടെ തൊടിയിലൊക്കെ കാണാറുണ്ട്. ഇപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് ഇതിന് ഇഷ്ടംപോലെ കിട്ടും. അപ്പോൾ അത് കുറച്ച് അധികം തന്നെ വേണം കേട്ടോ. നമ്മൾ മരുന്ന് എടുക്കുമ്പോൾ കിഴാർനെല്ലിയാണ് കുറച്ച് അധികമായിട്ട് എടുക്കേണ്ടത്. അതിലേക്ക് വേണ്ടത് മുടിനീലയാണ്. ഇത് നമ്മളെ പറമ്പിലൊക്കെ കാണാറുണ്ട്, ഒരുവിധം ആളുകൾക്ക് അറിയുന്നുണ്ടാവും. ഇതിങ്ങനെ വേരോടെ പറിച്ചെടുക്കുക. ഇത് അധികം വേണമെന്നില്ല, കിഴാർനെല്ലിയാണ് നമുക്ക് അധികം വേണ്ടത്. ഇതെന്നാലും നമ്മൾ ഇതിലേക്ക് കൂട്ടണം. ഇത് ഒഴിഞ്ഞ പറമ്പിലൊക്കെ കാണാറുണ്ട്, ഇപ്പോൾ ഈ കാലത്തൊക്കെ ഉണ്ടാവാറുണ്ട് ഇത്. പിന്നെ ഒരു 2 ടേബിൾ സ്പൂണ് ഇത് ഗ്രീൻ ടീ ആണ് കേട്ടോ, ഗ്രീൻ ടീയുടെ ഇലയാണ്. ഇതൊന്ന് പൊടിച്ചെടുക്കുക. നമുക്കിങ്ങനെ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഇതിൻ്റെ പൊടിയാണ് ചേർക്കേണ്ടത്. അപ്പോൾ സാധാരണ എല്ലാവരും പറയാറുണ്ട് അസൂയക്കും കഷണ്ടിക്കും ഒന്നും മരുന്നില്ല എന്ന്. അപ്പോൾ നമ്മൾ വിചാരിക്കുകയാണെങ്കിൽ നമ്മൾ ഏത് കഷണ്ടി ആണെങ്കിലും നമുക്ക് വിചാരിച്ചാൽ അത് ഇല്ലാതാക്കാൻ പറ്റും. അപ്പോൾ ഇതൊന്ന് ഉപയോഗിച്ച് നോക്കുക. അപ്പോൾ ഞാനിത് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് കാണാം. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഞാൻ ഈ പച്ചമരുന്ന് എല്ലാം കൂടി ഒന്ന് ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇതിലിട്ടിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ വെള്ളം ചേർക്കാതെ കുറച്ച് വെള്ളം ചേർത്തിട്ട് വേണം കേട്ടോ നമ്മളത് അരച്ചെടുക്കാനായിട്ട്. അധികം വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. വെള്ളത്തിന് പകരം തേങ്ങാപ്പാലായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇനി ഇതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഞാൻ അരക്കണിലേക്ക് ഈ ഒരു 4 ചുവന്നുള്ളിയും കൂടി ചേർക്കുന്നുണ്ട്. ചുവന്നുള്ളി നമുക്ക് മുടിക്ക് വളരെ നല്ലതാണ്. അപ്പോൾ ഇതും കൂടി ഒന്ന് ചേർത്തിട്ടാണ് ഞാൻ അതിൽ അധികം ഇടേണ്ട ആവശ്യമില്ല, ഇത്രമാത്രം ഇട്ടാൽ മതിയാവും. അപ്പോൾ ഞാനിതൊന്ന് അരച്ചതിന് ശേഷം ഒന്ന് അരിച്ചെടുത്തതാണ്. ഇതിൽ ഇതിൻ്റെ വേസ്റ്റൊക്കെ നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് അധികം കട്ടിയൊന്നും ഉണ്ടാവില്ല. നമുക്ക് എണ്ണ കാച്ചുമ്പോൾ ഇതിൻ്റെ വേസ്റ്റ് എല്ലാം കൂടി ഉണ്ടായാൽ എണ്ണ കുറഞ്ഞു പോവും. അപ്പോൾ ഇതുപോലെ ഇത് അരിച്ചെടുക്കുക. പിന്നെ നമ്മൾ എടുത്തിട്ടുള്ള ഗ്രീൻ ടീയുടെ ഇല ഞാനിതിൽ മിക്സിയിലൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. പൊടി പിന്നീടാണ് ചേർക്കുക. അപ്പോൾ ഇനി നമുക്ക് എണ്ണ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് പുറത്തൊരു അടുപ്പിലാണ്, അതാ ഇരുമ്പ് ചട്ടിയിലാണ് ഞാൻ തയ്യാറാക്കാൻ പോണത്. അപ്പോൾ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ഈ ആയുർവേദ കൂട്ട് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇതിലെ വെള്ളം ഒന്ന് വറ്റിയതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നത്. ഞാൻ വെളിച്ചെണ്ണ കേട്ടോ അത് തയ്യാറാക്കാൻ വേണ്ടി എടുത്തിട്ടുള്ളത്. ഒരു 5 മിനിറ്റ് ഒന്ന് തിളക്കട്ടെ. അപ്പോൾ ഈ മരുന്ന് വെള്ളമൊക്കെ വറ്റിയതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണേ, വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണേ. 500 വെളിച്ചെണ്ണ കേട്ടോ ഞാൻ ഇതിൽ ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള ഈ പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ എണ്ണ കുറുകി വരുന്നുണ്ട്. അപ്പോൾ ഞാനിതിലൊരു ഇല ഇട്ടിട്ടുണ്ട്, തുളസി ഇല ഇട്ടിട്ടുണ്ട്. അതിൻ്റെ സീക്രട്ട് എന്താണെന്ന് ഞാനിതിൻ്റെ മുന്നേ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ എണ്ണയൊക്കെ നമ്മൾ തയ്യാറാക്കുമ്പോൾ കുറഞ്ഞ തീയിൽ വേണം ഇത് ചെയ്യാനായിട്ട്. അപ്പോൾ ഓയിൽ ഇവിടെ റെഡിയായി. ഈ നമ്മൾ ഓയിലൊക്കെ തയ്യാറാക്കുമ്പോൾ ഇതിൻ്റെ മൂപ്പറിയാനായിട്ട് ഞാൻ ഫസ്റ്റ് പറഞ്ഞിരുന്നു. ഫസ്റ്റ് എൻ്റെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ നോക്കുക. മുടി വളരാനും അതുപോലെ താരനൊക്കെ പോകാനായിട്ട് ഞാനൊരു ഓയിൽ ഇതിൻ്റെ മുന്നേ
ഉണ്ടാക്കിയെടുത്തിരുന്നു. അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇതിൻ്റെ എണ്ണ നമ്മൾ തയ്യാറാക്കുമ്പോൾ അതിൽ മൂപ്പേറി കഴിഞ്ഞാൽ മുടി കൊഴിച്ചിലൊക്കെ ഉണ്ടാവും. അപ്പോൾ എണ്ണ കാച്ചുമ്പോൾ അത് നല്ലോണം ശ്രദ്ധിക്കണം, മൂപ്പേറാതിരിക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ ഇതാണ് നമ്മൾ കഷണ്ടിക്ക് ഉപയോഗിക്കുന്ന എണ്ണ. ഇത് എന്നോട് ഒരാൾ ആവശ്യപ്പെട്ടതിന് ശേഷമാണ് ഞാനിത് തയ്യാറാക്കാമെന്ന് ഉദ്ദേശിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനൊരു പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. ഈ പച്ചമരുന്നൊക്കെ നമ്മളെ തൊടികളിൽ നിന്ന് തന്നെ കിട്ടും. അപ്പോൾ കഷണ്ടി വന്നവരും അതുപോലെ കഷണ്ടി വരാനായിട്ട് തുടക്കക്കാർക്കൊക്കെ ഈ എണ്ണ നല്ല ഉപകാരമാണ്. അപ്പോൾ ഇത് ഇന്നൊരു ദിവസം, അതായത് നമ്മളിത് തയ്യാറാക്കി കഴിഞ്ഞാൽ ഒരു ദിവസം ഈ ചട്ടിയിൽ ഇതുപോലെ ഇങ്ങനെ വെക്കുക. പിന്നെ പിറ്റേ ദിവസം നമ്മൾ ഇത് അരിച്ചിട്ട് കുപ്പിയിലാക്കി വെക്കുക. കുപ്പിയിലാക്കി വെക്കുന്ന സമയത്ത് കുറച്ച് കർപ്പൂരം ഇടുകയാണെങ്കിൽ എണ്ണ കേടാവാതെ, നമ്മൾ കുറച്ച് അധികമൊക്കെ ഉണ്ടാക്കുമ്പോൾ എണ്ണ കേടാവാതെ ഇരിക്കാനൊക്കെ നല്ലതാണ്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യേ. വീണ്ടും നമുക്ക് കാണാം മറ്റൊരു വീഡിയോയിലൂടെ. See you.